മെസപ്പൊട്ടോമിയയിലെ അക്കേഡിയൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പായിരുന്നു ലോകത്തിലെ ആദ്യത്തെ മൾട്ടിനാഷണൽ പൊളിറ്റിക്കൽ എൻറ്റിറ്റി അല്ലെങ്കിൽ സാമ്രാജ്യം എന്ന് വിശേഷിപ്പിച്ചിരുന്നത്. പക്ഷേ ലോകത്തിലെ എല്ലാ ബൃഹത്തായ സിവിലൈസേഷനുകളും അനുഭവിച്ചതുപോലെ അതും ഇല്ലാതായി. ഈജിപ്ഷ്യൻ സംസ്കാരം, സിന്ധു നദീതട സംസ്കാരം, മെസപ്പൊട്ടോമിയൻ സംസ്കാരം തുടങ്ങിയവ പ്രധാനപ്പെട്ട പഴക്കം ചെന്ന സംസ്കാരങ്ങളാണെങ്കിലും ഇവയൊക്കെ തന്നെ ഫേസ് ചെയ്തിരുന്ന ചില കോമൺ എനിമീസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ശത്രുക്കൾ ഉണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു ഡെസേർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ മരുവൽക്കരണം. നമ്മുടെ കേരളത്തിൽ നമ്മൾ അത്രത്തോളം ഫേസ് ചെയ്യാത്തൊരു പ്രശ്നമാണ് മരുഭൂമികൾ ഉണ്ടാകുന്നതിനെ കുറിച്ചുള്ള നമ്മുടെ ഒരു ആകുലത അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഒരു സ്ഥലവും നിന്ന നിൽപ്പിന് മണൽക്കൂനകളായിട്ട് മാറുന്നില്ല എന്നുള്ളത് കൊണ്ട് കേരളത്തിൽ മരുഭൂമികളില്ല എന്ന് തന്നെ നമുക്ക് പറയാം. എന്നാൽ എറിഡ് ഏരിയാസ് അല്ലെങ്കിൽ വളരെ വരണ്ട കൃഷി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. എങ്കിലും അവയൊന്നും തന്നെ എന്നേക്കുമായിട്ട് കൃഷി ചെയ്യാൻ സാധിക്കാത്ത വണ്ണം അജൈവമായിട്ട് മാറിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. മനുഷ്യന് ജീവിക്കാൻ കഴിയുന്ന ഭൂമിയിൽ വെള്ളം കയറാത്ത കരപ്രദേശത്തിൻ്റെ ഏകദേശം 40% മരുഭൂമികളോ മരുഭൂമികളായിക്കൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളോ ആണ്. ഈ ഒരു മാപ്പ് എന്ന് പറയുന്നത് വേൾഡിൽ നമുക്ക് നിലനിൽക്കാൻ കഴിയുന്ന പ്രദേശവും അതുപോലെ തന്നെ കടൽ നിറഞ്ഞ ഭൂമിയുടെ ഉപരിതലത്തിനെ 2 ഡയമെൻഷനിൽ വെച്ചിരിക്കുന്ന ഒരു മാപ്പാണ്. അതിനെക്കുറിച്ച് നിങ്ങളോട് പ്രത്യേകം വിശദീകരിക്കേണ്ടതില്ല. ആ ചിത്രത്തിൽ കാണുന്ന കരപ്രദേശം എന്ന് പറയുന്ന നമ്മുടെ 7 ഭൂഖണ്ഡങ്ങളിൽ ഏകദേശം പച്ച നിറത്തിൽ കാണപ്പെടുന്ന പ്രദേശങ്ങൾ എന്ന് പറയുന്നത് വന പ്രദേശമാണ്. ഇന്ത്യയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളമൊക്കെ തന്നെ പച്ച നിറത്തിലാണ് കാണുന്നത്. ആകെ കൂടി എല്ലായിടത്തും ഒക്കെ തന്നെ കാട് പോലെ അല്ലെങ്കിൽ നമ്മുടെ റബ്ബർ തോട്ടങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ ഒരു വിധത്തിലുമുള്ള ചെടികൾ പൊടിക്കാത്തതും ഉള്ള ചെടികൾ നശിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ജീവനില്ലാത്ത മണ്ണ് എന്ന് പറയാൻ കഴിയുന്ന മരുഭൂമികളാണ്. അതെ, 40% എന്ന് പറയുമ്പോൾ അത്ര നിസ്സാരമായിട്ടുള്ളൊരു സ്ഥലമല്ല. ഏകദേശം മനുഷ്യന് കാലുകുത്താൻ കഴിയുന്ന മണ്ണിൻ്റെ പകുതിയോളം നമുക്ക് കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ കന്നുകാലികളെ വളർത്താനോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലും ഷെൽട്ടർ ഉണ്ടാക്കി പെർമനൻ്റായിട്ട് ജീവിക്കാനോ കഴിയാത്ത തരത്തിലുള്ള മഴ ലഭിക്കാത്ത അല്ലെങ്കിൽ വളക്കൂറില്ലാത്ത മണ്ണുള്ള പ്രദേശങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് പുതിയ പുതിയ സ്ഥലങ്ങൾ തേടുമ്പോൾ ഈ മരുഭൂമികളെ എന്ത് ചെയ്യും എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. സഹാറ പോലെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമികൾ അടങ്ങുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പലതും ദരിദ്ര രാജ്യങ്ങളും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി മറ്റു രാജ്യങ്ങളോട് കൈനീട്ടേണ്ടി വരുന്ന രാജ്യങ്ങളും തന്നെയാണ്. പ്രധാനപ്പെട്ട കാരണം എല്ലാ രാജ്യങ്ങളുടെയും പ്രാഥമികമായിട്ടുള്ള വളർച്ചയ്ക്കുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത് കാർഷിക വൃത്തിയാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ അവയെ ഉപയോഗിച്ചുകൊണ്ടുള്ള വാഹനങ്ങൾ ഓടിക്കുന്നത് കുറയ്ക്കാൻ വേണ്ടി ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനെക്കുറിച്ചും അത്തരത്തിലുള്ള കമ്പനികൾ മുന്നോട്ട് വരുന്നതിനെക്കുറിച്ചും സോളാർ പാനലുകളും കാറ്റാടിപ്പാടങ്ങളും ആണവ നിലയങ്ങളുമൊക്കെ വന്നതിന് ശേഷം കൽക്കരിയും പെട്രോളും ഒക്കെ കത്തിച്ചുകൊണ്ട് വൈദ്യുതി ഉണ്ടാക്കുന്നത് കുറച്ച് നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് എത്തുന്നതിനെ പരമാവധി കുറയ്ക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഈ പെട്രോളിയം കൽക്കരി ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ ഭൂമി കുഴിച്ചെടുക്കുന്നതാണ് എന്ന് നമുക്കറിയാം. എന്നാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളെക്കാൾ അല്ലെങ്കിൽ രാസവളങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ ഓസോണിനെ നശിപ്പിക്കുന്ന ക്ലോറോ കാർബണൊക്കെ തന്നെ പുറത്തു വരുന്നതിനേക്കാൾ അതിമാരകമായിട്ട് നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ സ്വഭാവത്തെ മാറ്റുകയും കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാവുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം മരുഭൂവൽക്കരണമാണ്. അതായത് ഡെസേർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ മരുവൽക്കരണം എന്ന് പറയുന്നതാണ് നമ്പർ 1 ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരൻ എന്ന് പറയാൻ സാധിക്കും. മരുഭൂമികൾ ഉണ്ടാകുന്നത് കൊണ്ട് നമ്മുടെ ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മുടെ സർഫസിൽ സ്റ്റോർ ചെയ്തു വച്ചിരിക്കുന്ന കാർബൺ പുറത്തേക്ക് വരാൻ ആരംഭിക്കും. അപ്പോൾ ഭൂമിയുടെ സർഫസിലാണ് ഏറ്റവും കൂടുതൽ കാർബൺ ഡെപ്പോസിറ്റ് ഉള്ളത്. ഇതിനെ നമ്മൾ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. മരങ്ങളും ചെടികളും അവയിലുള്ള വേരുകളും ഒക്കെ തന്നെ ചെയ്യുന്നത് മണ്ണിന് ഡയറക്റ്റായിട്ട് സൺലൈറ്റ് എത്തുന്നതിൽ നിന്ന് തടയുകയാണ്. അതായത് മേൽമണ്ണിലുള്ള പാഴ്വസ്തുക്കളും ജലവും ഒക്കെ തന്നെ മണ്ണിലുള്ള കാർബണിനെ നേരിട്ട് സൺലൈറ്റുമായിട്ടോ അല്ലെങ്കിൽ അതിലുള്ള യുവിയുമായിട്ടോ എക്സ്പോസ് ചെയ്യാൻ അനുവദിക്കുന്നില്ല. എന്നാൽ ഒരു പ്രദേശം മരുഭൂമിയായി മാറുന്നതിനനുസരിച്ച് അവിടെ കാർബണിന് പെട്ടെന്ന് ഓക്സിഡേഷൻ സംഭവിക്കും. അല്ലെങ്കിൽ കാർബൺ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്ന വാതകം ഭൗമ അന്തരീക്ഷത്തിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാനാണ് സാധ്യത. നമ്മുടെ ലോകത്ത് ഒരു വർഷം യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന കുറേ യൂറോപ്യൻ രാജ്യങ്ങളുടെ കൂട്ടുണ്ടല്ലോ, ഞാൻ ഈ മാപ്പിൽ കാണിച്ചിരിക്കുന്ന, അവയുടെ പകുതിയോളം വരുന്ന ഏരിയ മരുഭൂമിയായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക്. അല്ലെങ്കിൽ
നമ്മൾ 100 വർഷം മുമ്പുള്ള സഹാറ മരുഭൂമിയുടെ വലിപ്പവും ഇപ്പോഴത്തെ സഹാറ മരുഭൂമിയുടെ വലിപ്പവും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 10% 100 വർഷം കൊണ്ട് സാധാരണ വളക്കൂറുള്ള മണ്ണിനെ സഹാറ മരുഭൂമി വിഴുങ്ങി വെറും ഒരു ഉപയോഗവുമില്ലാത്ത മണൽക്കൂനകളാക്കി മാറ്റിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ലോകത്തിൻ്റെ 700 കോടി ജനസംഖ്യയിൽ ഏകദേശം 200 കോടി മുതൽ 300 കോടി ആളുകൾ വരെ മരുഭൂമി പ്രദേശത്ത് ജീവിക്കുകയും അതിൻ്റെ ദുഷ്കരമായിട്ടുള്ള അവസ്ഥകൾ അനുഭവിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രമല്ല, അവർക്കുൾപ്പെടെയുള്ള ഭക്ഷണം നമുക്ക് മറ്റു പ്രദേശങ്ങളിൽ ഉൽപ്പാദിപ്പിച്ചതിന് ശേഷമാണ് എത്തിക്കുന്നത്. ഇപ്പോൾ മരുഭൂമി പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾ പ്രധാനമായിട്ടും ഇറക്കുമതി ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കളായിരിക്കുമല്ലോ ആശ്രയിക്കുന്നത്. പക്ഷേ ബാക്കിയുള്ള പ്രദേശങ്ങൾ കൂടി മരുഭൂമിയായി മാറുന്നതോടുകൂടി നമ്മുടെ ഭക്ഷണ ആവശ്യത്തിനുള്ള കൃഷി ചെയ്യാനുള്ള മണ്ണാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മരുഭൂമി ഉണ്ടാകുന്നതിന് പലതരത്തിലുള്ള റീസണുകളുണ്ട്. ഇപ്പോൾ നമ്മൾ പറയുന്നത് മരുഭൂമി എന്ന് പറയുന്നത് മനുഷ്യൻ ഉണ്ടാക്കി വെക്കുന്നതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല. കാരണം മനുഷ്യൻ ഇത്രത്തോളം ഇൻഡസ്ട്രിയലൈസേഷനും ഇത്തരത്തിലുള്ള ജീവിതശൈലിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മരുഭൂമികൾ നമ്മുടെ ഭൂമിയുടെ അവിഭാജ്യ ഘടകം തന്നെയാണ്. ഇവാപ്പറേഷൻ, ട്രാൻസ്പിറേഷൻ തുടങ്ങിയ പ്രോസസ്സുകളിലൂടെയും അതുപോലെ തന്നെ ജീവജാലങ്ങൾ കൂട്ടമായിട്ട് വന്ന് അവയെ ഇരപിടിക്കാൻ ആവശ്യമായിട്ടുള്ള മറ്റ് മൃഗങ്ങൾ ഇല്ലാതെ വരുന്നതിലൂടെയും മരുഭൂമികൾ സ്വാഭാവികമായിട്ടുണ്ടാകാം. പിന്നെ കാറ്റും അതിലൂടെ വരുന്ന മഴയുടെയും അഭാവവും മരുഭൂമികളെ ഉണ്ടാക്കാറുണ്ട്. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ഭൂഖണ്ഡം ഏഷ്യയാണ്. 2ാം സ്ഥാനം ആഫ്രിക്കയുമാണ്. അതേസമയം ഞാൻ ഈ മാപ്പിൽ കാണിച്ചിരിക്കുന്ന ഇത്രത്തോളം ഏരിയ, ആഫ്രിക്കയുടെയും ഏഷ്യയുടെയും ഏരിയ മരുഭൂമി ഉണ്ടാകുന്ന വെല്ലുവിളി വളരെയധികം ബാധിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇന്ത്യയും സേഫൊന്നുമല്ല. താർ മരുഭൂമി എന്ന് പറയുന്ന രാജസ്ഥാനിലാണ് നിൽക്കുന്നതെങ്കിലും അതും എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ചൈനയുടെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളൊക്കെ തന്നെ മരുഭൂമി ഉണ്ടാകാനുള്ള സാധ്യത കൂടിയതുകൊണ്ട് അവരതിന് മറുവഴികൾ തേടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഗ്രാസ് ലാൻഡുകൾ അല്ലെങ്കിൽ പുൽമേടുകൾ എന്ന് പറയുന്ന പ്രദേശങ്ങൾ, അല്ലെങ്കിൽ ഉയരം കൂടുതലില്ലാത്ത ചെറിയ പുൽച്ചെടികൾ നിറഞ്ഞ പ്രദേശങ്ങളാണ് നമുക്ക് ഭൂമിയിൽ കൂടുതലായിട്ടും പച്ചപ്പ് കാണാൻ സാധിക്കുക. അവിടെയാണ് ഒരുപാട് മൃഗങ്ങൾ മേയാൻ വരുന്നത്, അല്ലെങ്കിൽ ഒരുപാട് തരത്തിലുള്ള മണ്ണൊലിപ്പും മറ്റും തടയേണ്ടി വരുന്നത്. അതുപോലെ ഏറ്റവും കൂടുതൽ മരുഭൂമിയോട് അടുത്ത് കാണപ്പെടുന്നതും ഗ്രാസ് ലാൻഡുകളാണ്. ഗ്രാസ് ലാൻഡുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവിടെ ഭീകരമായിട്ടുള്ള മരങ്ങളൊന്നും കാണില്ല. പക്ഷേ സീസണലായിട്ട് പുൽച്ചെടികൾ പൊടിച്ചു വരികയും അവ നശിച്ചു പോവുകയും കറക്റ്റ് ഒരു സൈക്കിൾ പോലെ വീണ്ടും മുളച്ചു വരികയും ചെയ്യും. അതേസമയം അവിടെ ഒരുപാട് സസ്യബുക്കുകളായിട്ടുള്ള ജീവജാലങ്ങൾ ഉണ്ടാകും. മാനും മുയലും കാട്ടുപോത്തും ഒക്കെ തന്നെ ഉണ്ടാകും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മൃഗങ്ങൾ ഒരുപാട് കൂടുതൽ ഉണ്ടാവുകയും അല്ലെങ്കിൽ പെരുകുകയും എന്നാൽ അവയുടെ ജനസംഖ്യ നിയന്ത്രിക്കാൻ ആവശ്യമായിട്ടുള്ള കടുവ, സിംഹം പോലെയുള്ള മാംസഭോജികളായിട്ടുള്ള മൃഗങ്ങൾ ഇല്ലാതെ വരികയും ചെയ്തു കഴിഞ്ഞാൽ ഓവർ ഗ്രേസിങ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അമിതമായിട്ടുള്ള മേയൽ എന്ന് പറയുന്നൊരു സ്വാഭാവിക പ്രക്രിയ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ പ്രകൃതിയിൽ അങ്ങനെ സംഭവിക്കാറില്ല. കാരണം കുറേ മാനുകളും കാട്ടുപോത്തുകളും ഒക്കെയുള്ള പ്രദേശത്ത് സ്വാഭാവികമായിട്ടും ഇരപിടിയൻ ജീവജാലങ്ങൾ ഉണ്ടായിരിക്കുകയും അവ ഇത്തരം സസ്യബുക്കുകളായിട്ടുള്ള മൃഗങ്ങൾ ഒരു പരിധിയിലധികം പെരുകാതിരിക്കാൻ സൂക്ഷിക്കുകയും ചെയ്യും. എന്നാൽ മനുഷ്യൻ പ്രധാനമായിട്ടും ഭക്ഷണത്തിന് വേണ്ടി ആശ്രയിക്കുന്ന ഒരു മെത്തേഡാണ് ഫാക്ടറി ഫാമിംഗ്. അതുപോലെ തന്നെ ലൈഫ് സ്റ്റോക്കുകളെ വളരെ സാന്ദ്രത കൂടിയ രീതിയിൽ വളർത്തുക. ലൈഫ് സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മൃഗങ്ങളെയും കന്നുകാലികളെയും ഒക്കെ ഓരോ അസറ്റുകളായിട്ട് കാണുകയും അവയെ കൂട്ടത്തോടെ വളർത്തി അവയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ലാഭം ഉണ്ടാക്കുകയും ചെയ്യുന്നു. അത് മാംസമാകാം, അല്ലെങ്കിൽ തോലാകാം, അതുമല്ലെങ്കിൽ പാലാകാം, മുട്ടയാകാം. ഇത്തരത്തിൽ ഏത് തരത്തിലുള്ള അസംസ്കൃത വസ്തുക്കൾ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ മൃഗങ്ങളെ കൂട്ടത്തോടെ വളർത്തിയാലും നമുക്കവയെ ലൈവ് സ്റ്റോക്കുകൾ എന്ന് വിളിക്കാം. ലൈവ് സ്റ്റോക്കുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചെമ്മരിയാടും കൂട്ടത്തെ വളർത്തുകയാണ്. അവയെല്ലാം തന്നെ ഒരു പുൽമേട്ടിലേക്ക് പറഞ്ഞു വിട്ട് അവിടുത്തെ പുല്ല് മുഴുവൻ കഴിച്ച് തീർത്തതിന് ശേഷം നമ്മൾ അവയെ അവിടെ ഉപേക്ഷിക്കുന്നില്ല. പകരം നമ്മൾ കൊണ്ടുവന്ന് തൊഴുത്തിലോ അല്ലെങ്കിൽ പ്രത്യേകം ഫെൻസുകൾ അല്ലെങ്കിൽ വേലികളുടെ അകത്തൊക്കെ തന്നെയാണ് സൂക്ഷിക്കുന്നത്. എന്നിട്ട് അവയെ തന്നെ ഈ ഗ്രാസ് ലാൻഡുകളിലേക്ക് വീണ്ടും മേയാൻ വിടും. അപ്പോൾ നമുക്കറിയാം പ്രകൃതിക്കൊരു ബാലൻസ് ഉണ്ട്. വളരെയധികം പുല്ല് മേഞ്ഞ് കഴിക്കുകയാണ് എങ്കിൽ അവിടെ പിന്നീട് പുല്ല് പൊടിക്കാൻ കഴിയാത്ത വിധം ഇവ മേയുന്നത് കൊണ്ട് തന്നെ പിന്നീട് അവിടെ ഒരു റിക്കവറിങ് പ്രോസസ്സ് ഉണ്ടാകാൻ സാധ്യതയില്ല. അതുമാത്രമല്ല, ഒരു നാച്ചുറൽ പ്രോസസ്സ് എന്ന വണ്ണം ഒരു കൂട്ടം കാട്ടുപോത്തുകളോ ചെമ്മരിയാടുകളോ ഒക്കെ തന്നെ പുൽമേട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവയുടെ വിസർജ്യങ്ങൾ, ചാണകമോ അല്ലെങ്കിൽ അവയുടെ മറ്റു തരത്തിലുള്ള യൂറിനോ ഒക്കെ തന്നെ അവിടെ വീഴുകയും വളക്കൂറായി മാറുകയും വീണ്ടും സീസണലി പുല്ലുകളും മറ്റും പൊടിച്ചു വരികയും ചെയ്യും.
പക്ഷേ നമ്മൾ ലൈഫ് സ്റ്റോക്കുകളെ വളർത്തുമ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള രീതിയിലല്ല വളർത്തുന്നത് എന്ന് മാത്രമല്ല, ഇവ പോകുന്ന പ്രദേശത്തെ ഓവറായിട്ട് പുല്ല് കഴിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. വൈൽഡ് ലൈഫ് സാങ്ച്വറികളും ഇത്തരത്തിലുള്ളൊരു പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ട്. അതായത് ഒരു പ്രത്യേക വിഭാഗം ജീവജാലത്തെ മാത്രം സംരക്ഷിച്ച് വളർത്തുമ്പോൾ അവ പെറ്റുപെരുകുകയും അവിടെയുള്ള ഗ്രാസ് ലാൻഡുകളെ തിന്ന് തീർക്കുകയും അത് വീണ്ടും പൊടിക്കാനുള്ളൊരു അവസരം കൊടുക്കാതെ വരികയും ചെയ്യുമ്പോൾ അത്തരം പ്രദേശങ്ങളുടെ ബാലൻസ് പോവുകയും അവിടെ മരുഭൂമികൾ രൂപപ്പെടുകയും ചെയ്യും. അതായത് ഒരു പ്രത്യേകതരം ചെടി, ഒരു പ്രത്യേകതരം പുൽച്ചെടി ഒരു പ്രദേശത്തെ കവർ ചെയ്ത് കിടക്കുമ്പോൾ അവിടെ ഓക്സിഡേഷൻ സംഭവിച്ച് കാർബൺ പുറത്തോട്ട് വരുന്നില്ല. അതേസമയം ഒരു സീസൺ കഴിയുമ്പോൾ ആ ചെടി കരിഞ്ഞു പോവുകയും അടുത്ത സീസണിൽ വീണ്ടും അത് മുളച്ചു വരികയും ചെയ്യണം. ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു സൈക്കിൾ തെറ്റിക്കഴിഞ്ഞാൽ അവിടെ ഈ ചെടി കംപ്ലീറ്റ് ആയിട്ട് പൊടിച്ചു വരാതെ ആവുകയും അന്തരീക്ഷത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് മണ്ണിൽ നിന്ന് പോവുകയും ആ മണ്ണിൻ്റെ സ്വാഭാവികമായിട്ടുള്ള വളക്കൂറ് നഷ്ടപ്പെട്ട് അതൊരു മരുഭൂമിയായിട്ട് മാറുകയും ചെയ്യും. ഇതാണ് ലൈഫ് സ്റ്റോക്കുകൾ മൂലം ഉണ്ടാകുന്നത്. അലൻ സേവറി എന്ന് പറയുന്ന ഒരു സിംബാബ്വൻ എക്കോളജിസ്റ്റ് ഉണ്ട്. പുള്ളിക്കാരൻ നിരീക്ഷിച്ച അദ്ദേഹത്തിൻ്റെ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഡിസർട്ടിഫിക്കേഷനെ എങ്ങനെ ഇല്ലാതാക്കണം എന്ന് പ്രധാനമായിട്ടും ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കി വെച്ചിരുന്നത്. സിംബാബ്വെ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ ആനകളുള്ള, ബോട്സ്വാന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആഫ്രിക്കൻ ആനകളുള്ള, അല്ലെങ്കിൽ മൊത്തത്തിൽ ആന ജനസംഖ്യയിലെ ഏകദേശം 5 മുതൽ 10% വരെ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ സിംബാബ്വേയിലെ ഒരു സയൻറ്റിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം എന്തുകൊണ്ടാണ് സിംബാബ്വൻ നാഷണൽ പാർക്കുകളും വനാന്തരങ്ങളും പെട്ടെന്ന് മരുഭൂമിയായി മാറുന്നത് എന്നതിനെക്കുറിച്ച് പഠിക്കുവാനുള്ളൊരു ശ്രമം നടത്തി. അങ്ങനെ അദ്ദേഹം മനസ്സിലാക്കിയൊരു കാര്യം, സിംബാബ്വേയിൽ ഒരുപാട് ആനകളുണ്ട്. ഈ ആനകൾക്ക് ഭക്ഷണം വേണം. തസ്യബുക്കായിട്ടുള്ള ആനകൾ ഒരു ദിവസം 500 മുതൽ 600 കിലോഗ്രാം പുല്ലാണ് കഴിക്കുന്നത്. അതായത് ഓവറായിട്ട് ആന ജനസംഖ്യ ഉള്ളതുകൊണ്ട് തന്നെ ഇവ കടന്നു പോകുന്ന പ്രദേശങ്ങൾ മരുഭൂമികളായിട്ട് മാറുന്നു എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം ആനകളെ കൊന്നൊടുക്കണം എന്നൊരു റിസർച്ച് റിപ്പോർട്ടിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ ഒരു സ്പെഷ്യൽ ടീം ഇതിനു വേണ്ടി രൂപീകരിച്ചു. ഇദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം ശരിയാണോ എന്ന് അന്വേഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഏകദേശം 40,000-ഓളം ആനകളെ വെടിവെച്ചും അല്ലാതെയും സിംബാബ്വൻ സർക്കാർ അലൻ സേവറിയുടെ ഗവേഷണത്തിൻ്റെ ഫലമായിട്ട് ഇല്ലാതാക്കി. ലോകത്തിലെ ഏറ്റവും വലിയ മൃഗഹത്യ നടത്തിയ പ്രകൃതി സ്നേഹി എന്ന് വേണമെങ്കിൽ അലൻ സേവറിയെ വിളിക്കാം. അദ്ദേഹത്തിൻ്റെ ഒരു ടെഡ് ടോക്ക് ഉണ്ട്. 50s-ലും 60s-ലും അദ്ദേഹം ഇത് നടത്തിയതിൻ്റെ കുറ്റബോധം പറയുന്നതും ഈ ലൈഫ് സ്റ്റോക്ക് മൂവ്മെൻറ്റ്സിനെ കുറിച്ചും ജീവജാലങ്ങൾ എങ്ങനെ ഡിസർട്ടിഫിക്കേഷൻ ഉണ്ടാക്കുന്നതിനെ കുറിച്ചും ഒക്കെ തന്നെ അദ്ദേഹം നടത്തിയ പഠനങ്ങളും ഒക്കെ തന്നെ അദ്ദേഹം വിലയിരുത്തിയതിന് ശേഷം മരുവൽക്കരണത്തിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം അലൻ സേവറി മുന്നോട്ട് വയ്ക്കുന്നതായിട്ട് നമുക്ക് ആ ടെഡ് ടോക്കിൽ കാണാൻ സാധിക്കും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക തന്നെ ചെയ്യണം. കള്ളിങ് എന്നാണ് ഇത്തരത്തിൽ ജീവജാലങ്ങളെ കൊന്നൊടുക്കി ജനസംഖ്യ നിയന്ത്രിക്കുന്ന പ്രക്രിയയെ പറയുന്ന പേര്. സിംബാബ്വെ മാത്രമല്ല, ലോകത്ത് പ്രധാനപ്പെട്ട ഒരുപാട് ആഫ്രിക്കൻ രാജ്യങ്ങൾ ഈ കള്ളിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടത്തുന്നുണ്ട്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ജീവിവിഭാഗം ഒരുപാട് പെറ്റുപെരുകുകയാണെങ്കിൽ അവയിലെ ജനസംഖ്യ നിയന്ത്രിച്ചുകൊണ്ട് അവിടുത്തെ ബാലൻസ് നിലനിർത്തുന്ന ഒരു പ്രോസസ്സാണ്. കാരണം ആനകളെ നശിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള മൃഗങ്ങൾ അവിടെ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ആനകളുടെ ജനസംഖ്യ കൂടും. അത് കൂടുതലായിട്ടും പച്ചപ്പുകളെ തിന്ന് തീർത്ത് മരുഭൂമികൾ ഉണ്ടാക്കും. അതേപോലെ തന്നെ കാട്ടുപോത്തുകൾ, മാനുകൾ, ചെമ്മരിയാടുകൾ, മുയലുകൾ, അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലെ എമു എന്ന് പറയുന്ന ഒരു പക്ഷി ഒരുപാട് കൂടിയത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവസാനം അതിനെയൊക്കെ തന്നെ വെടിവെച്ചു കൊല്ലാൻ സ്പെഷ്യൽ ഫോഴ്സ് ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട്. അത്തരത്തിൽ ഒരുപാട് ജീവജാലങ്ങൾ പെറ്റുപെരുകാനുള്ള കാരണവും മനുഷ്യൻ തന്നെയാണ്. നമ്മൾ ഈ വന്യജീവി സങ്കേതങ്ങൾ എന്ന് പറയുകയും അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ഫെൻസുകൾ, കുറുക്കനെയും പിന്നെ വളർത്തുന്ന ചെമ്മരിയാടുകളെയും വേർതിരിക്കാൻ വേണ്ടി ഫെൻസുകൾ കെട്ടിയതിന് ശേഷം ചെമ്മരിയാടുകൾ വളർന്ന സ്ഥലം മരുഭൂമികളായി മാറിയ കഥയൊക്കെ ഉണ്ട്. അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും ഡിസർട്ടിഫിക്കേഷന് കാരണം എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ പറയുന്നുണ്ട്. പക്ഷേ അലൻ സേവറി തന്നെ അവസാനം സമ്മതിക്കുന്നുണ്ട്, പ്രകൃതിയാലുള്ള ആനക്കൂട്ടങ്ങൾ സത്യത്തിൽ മരുഭൂമി ഉണ്ടാകുന്നതിന് കാരണമാകുന്നില്ല, പകരം അവ കൂടുതൽ കാടുകൾ, ഗ്രാസ് ലാൻഡുകൾ ഉണ്ടാകാൻ സഹായിക്കുന്നു എന്ന് പിന്നീട് അദ്ദേഹം കണ്ടെത്തുകയും അദ്ദേഹത്തിന് കുറ്റബോധം ഉണ്ടാവുകയും ആ ടെറ്റോക്കിൽ തന്നെ തൻ്റെ ഈ പാപം താൻ തൻ്റെ ശവക്കല്ലറയോടൊപ്പം തന്നെ കൊണ്ടുപോകും എന്ന് കൺഫസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്രൂരത അവിടെ നിൽക്കട്ടെ. എന്തായാലും അദ്ദേഹം അതിൽ നിന്ന് ഒരുപാട് പാഠം പഠിച്ചു. തൻ്റെ ജീവിതം മുഴുവൻ എങ്ങനെ ഡിസർട്ടിഫിക്കേഷൻ ഇല്ലാതാക്കാം എന്നതിനെക്കുറിച്ച് ഗവേഷണം നടത്തുന്നതിന് വേണ്ടി മാറ്റിവെച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തുകയും ചെയ്തു. അലൻ സേവറി വിശദീകരിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് പ്രകൃതിയെ മിമിക് ചെയ്യുക അല്ലെങ്കിൽ കോപ്പി അടിക്കുക എന്നുള്ളതാണ്. അതായത് ലൈഫ് സ്റ്റോക്കുകളുടെ മൂവ്മെൻറ്റ് ഒരു സ്ഥലത്ത് കുറച്ച് ചെമ്മരിയാടുകൾ നിന്ന് മേയുകയാണെങ്കിൽ ആ പ്രദേശത്തെ പില്ലുകൾ അല്ലെങ്കിൽ ചെടികളെല്ലാം തന്നെ ഇല്ലാതാകും. പക്ഷെ ആ ഇല്ലാതായ ചെടികൾ റീഗ്രോ ചെയ്ത് വരുവാനും അത് പഴയ ഒരു ബാലൻസിലേക്ക് തിരികെ വരുവാനും സമയം അനുവദിച്ചുകൊണ്ട് ലൈഫ് സ്റ്റോക്കുകളെ അവിടെ നിന്ന് നീക്കണം. അതായത് ഒരു വലിയ സൈക്കിൾ പോലെ മാത്രമേ പുല്ല് മേയുന്നതിന് വേണ്ടി
കൂട്ടത്തോടെയുള്ള ജീവജാലങ്ങളെ അനുവദിക്കാവൂ. അല്ലാതെ എപ്പോഴും ഒരു സ്ഥലത്ത് മാത്രം മേയാൻ വിടുന്നത് കൊണ്ടാണ് ഡിസർട്ടിഫിക്കേഷൻ ഉണ്ടാകുന്നതെന്നും പ്രകൃതിയിൽ എങ്ങനെയാണ് ഒരു സ്വാഭാവികമായിട്ടുള്ള മൃഗക്കൂട്ടം പുല്ല് മേഞ്ഞുകൊണ്ട് നടന്നു നീങ്ങുന്നത്, അതേപോലെ മാത്രമേ മനുഷ്യൻ കൂട്ടത്തോടെ വളർത്തുന്ന ജീവജാലങ്ങളെയും മേയാൻ അനുവദിക്കാവൂ എന്നുള്ളതാണ് അലൻ സേവർ മുന്നോട്ട് വെച്ച ദ മൂവ്മെൻറ്റ് ഓഫ് ലൈഫ് സ്റ്റോക്സ് യൂസിങ് നേച്ചർ അല്ലെങ്കിൽ മിമിക്കിംഗ് നേച്ചർ എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വളരെയധികം ചെമ്മരിയാടുകളെ വളർത്തുന്നുണ്ട് എങ്കിലും അതിനെ ഒരു പുൽമേട്ടിലേക്ക് വിടുമ്പോൾ ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങളും മറ്റും വീണും അവ ചവിട്ടി മെതിക്കുന്നതിലൂടെയും മണ്ണ് കൂടുതൽ വളരാനുള്ള അനുയോജ്യമായി മാറും. പക്ഷേ നമ്മൾ ചെയ്യുന്നത് നമ്മൾ വീണ്ടും വീണ്ടും അവിടെ തന്നെ വിടുന്നു എന്നുള്ളതാണ്. അതിന് പകരം ലൈഫ് സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ഈ ജീവജാലങ്ങളെ മറ്റു പ്രദേശത്തേക്ക് നീക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് അലൻ സേവറി പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ലോകരാജ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നാണ്. ദ ഗ്രേറ്റ് സഹാറൻ ഗ്രീൻ വോൾ എന്ന് പറയുന്ന ഒരു പദ്ധതി, അല്ലെങ്കിൽ സഹാറ മരുഭൂമി ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പടരുന്നത് തടയുന്നതിന് വേണ്ടി ഒരു ഗ്രീൻ വാൾ ഓഫ് ആഫ്രിക്ക എന്ന് പറയുന്ന രീതിയിൽ അറ്റ്ലാന്റിക്കിൽ നിന്നും ഏകദേശം അറബിക്കടൽ വരെ നീണ്ടു കിടക്കുന്ന പ്രദേശത്തേക്ക് അക്കേഷ്യൻ മരങ്ങൾ വച്ച് പിടിപ്പിക്കുന്നു. അപ്പോൾ വെറുതെ ഒരു റോ അക്കേഷ്യൻ മരങ്ങളല്ല, പകരം വലിയ തിക്നെസ്സിൽ 8 ബില്യണോളം തുക ചിലവാക്കിക്കൊണ്ട് എല്ലാ രാജ്യങ്ങളും പരസ്പരം സഹകരിച്ചുകൊണ്ട് ഈ മതിൽ നിർമ്മിക്കുക എന്നുള്ളതാണ്. അത്ര നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. ആഫ്രിക്കൻ കോണ്ടിനെൻ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ വീതിയുള്ളൊരു കോണ്ടിനെൻ്റാണ്. അപ്പോൾ അവിടെ മുഴുവൻ അക്കേഷ്യ വളർത്തിക്കൊണ്ടുവരണമെങ്കിൽ അത്രത്തോളം ചിലവ് ആവശ്യമുണ്ട്. പദ്ധതി ഇഴഞ്ഞാണ് നീങ്ങുന്നതെങ്കിലും പല രാജ്യങ്ങളും 40% വിജയം കണ്ടെത്തിയതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ 8 ബില്യൺ എന്ന് പറയുന്നത് അത്ര വലിയ തുകയൊന്നുമല്ല ഇത്രയും രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ. ഇപ്പോൾ ഇന്ത്യയുടെയും ചൈനയുടെയും അമേരിക്കയുടെയും ഒക്കെ ബഡ്ജറ്റ് ഏകദേശം അതിൻ്റെ എത്രയോ മടങ്ങ് വരും. അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാർക്ക് തന്നെ 200-300 ബില്യനാണ് സാമ്പത്തിക സ്ഥിതി എന്ന് പറയുമ്പോൾ 8 ബില്യൺ എന്ന് പറയുന്നത് കളക്റ്റീവായിട്ടുള്ള കുറേ രാജ്യങ്ങൾക്ക് ഘട്ടം ഘട്ടമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ പദ്ധതി ഇഴഞ്ഞു നീങ്ങുകയാണ്. ഇതാണ് ഗ്രേറ്റ് ഗ്രീൻ വാൾ എന്നുള്ള രീതിയിൽ സഹാറ മരുഭൂമിയുടെ എക്സ്പാൻഷൻ തടയുന്നതിന് വേണ്ടി നടക്കുന്നൊരു പദ്ധതി. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ രാജസ്ഥാനിലെ താർ മരുഭൂമി സെൻട്രൽ ഇന്ത്യയിലേക്ക് കടക്കുന്നത് അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുന്നത് തടയുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് ഗുജറാത്ത് മുതൽ ഏകദേശം ഡൽഹി വരെ നീണ്ടു കിടക്കുന്ന ദ ഗ്രേറ്റ് ആരവല്ലി ഗ്രീൻ വാൾ താർ മരുഭൂമിയുടെ ഏരിയയിൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് അതിനെ തടയുവാനുള്ളൊരു ശ്രമവും നടത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ വളരെ വലിയ പ്രോജക്റ്റുകളാണ്. പല രാജ്യങ്ങളും ഇത്തരം പ്രോജക്റ്റുകൾക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഓസ്ട്രേലിയയും ഇതുപോലെ പച്ചപ്പ് നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള അതികഠിനമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ സക്സസ് ആയ ഒരു രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ്. ചൈന വളരെയധികം മരുഭൂവൽക്കരണത്തിൻ്റെ ഭീഷണി നേരിടുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ അവർ മില്യൺ കണക്കിന് ആളുകളെ, അവർക്ക് ഒരുപാട് ജനസംഖ്യയുണ്ട് നമ്മളെപ്പോലെ, അപ്പോൾ അവർ ഒരുപാട് ആളുകളെ ഇതിനായിട്ട് തന്നെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അതിനാദ്യം അവർ ചെയ്തതെന്ന് പറയുന്നത് ഇതൊന്നുമല്ല, പകരം അവർ ലാബിൽ മരുഭൂമിക്ക് തുല്യമായിട്ടുള്ള സിറ്റുവേഷനുകൾ വളർത്തിയെടുത്തിട്ട് പലതരത്തിലുള്ള എക്സ്പെരിമെൻറ്റുകൾ ചെയ്തു നോക്കി. ഇപ്പോൾ കാറ്റത്ത് മരുഭൂമിയിലെ പൊടിക്കാറ്റ് പറക്കുന്നതാണ് ബീജിങ്ങും ഷാങ്ഹായും പോലെയുള്ള ചൈനീസ് സിറ്റികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന്. അപ്പോൾ മരുഭൂമിയിൽ നിന്ന് പൊടിക്കാറ്റുണ്ടാവുന്നത് തടഞ്ഞാലേ മണ്ണിനെ സ്റ്റേബിളായിട്ട് നിലനിർത്താൻ പറ്റൂ. അപ്പോൾ അവർ വൈക്കോലുകൾ പ്രത്യേക രീതിയിൽ ഓറിയൻറ്റ് ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്യുന്ന ഏരിയകളിൽ ഒരു കൂട്ടം ആളുകൾ ശ്രദ്ധിച്ച് അവരുടെ ജോലി അതാണ്. വൈക്കോലുകൾ അവിടെ വിതറി പ്രത്യേക രീതിയിൽ അടുക്കി മണ്ണിൻ്റെ മൂവ്മെൻറ്റ് തടയുന്നു. അതിനുശേഷം പ്രത്യേക തരത്തിലുള്ള വാട്ടറിങ് സിസ്റ്റവും അതുപോലെ തന്നെ ചെടികളും നട്ടു പൊടിപ്പിച്ച് അതിനെ കൃത്യമായിട്ട് പരിപാലിക്കുന്നു. ഇത്ര ചെടികൾ ഇത്ര ആളുകൾക്ക് എന്നുള്ള രീതിയിൽ ഒരു കമ്മ്യൂണൽ ആക്ടിവിറ്റിയായി മാറ്റിയെടുത്തുകൊണ്ട് അവരുടെ വരണ്ട ഗോപി മരുഭൂമി പോലെയുള്ള അല്ലെങ്കിൽ ഇന്നർ മംഗോളിയ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതേപോലെ ഓവർ ഗ്രേസിംഗ് മൂലം മരുഭൂമികൾ ഉണ്ടായതാണ്. അപ്പം മംഗോളിയൻ പ്രദേശത്തും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള പദ്ധതികൾ അവർ കൊണ്ടുവരികയും ഒരു പരിധി വരെ ഡിസർട്ടിഫിക്കേഷൻ തടഞ്ഞ് റീഫോറസ്റ്റേഷൻ നടത്താൻ വേണ്ടി ചൈന വിജയിക്കുകയും ചെയ്തതായിട്ട് റിപ്പോർട്ടുകൾ കാണുന്നുണ്ട്. അപ്പോൾ ജിയോ പൊളിറ്റിക്കലായിട്ട് നമ്മുടെ രാജ്യവുമായിട്ട് ഒരുപാട് കോൺഫ്ലിക്റ്റുള്ള ഒരു രാജ്യമാണ് ചൈന. എങ്കിലും ഒരു എമർജിങ് എക്കോണമി എന്നുള്ള നിലയ്ക്കും ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നായിട്ടുള്ള മരുവൽക്കരണത്തെ കൃത്യമായിട്ട് നേരിടുന്നു എന്നുള്ള നിലയ്ക്കും ചൈനയുടെ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് മുന്നോട്ട് വയ്ക്കാനുള്ള കാര്യം. ഒരുപാട് പേര് പെട്രോളിയം ഇല്ലാതാക്കുന്നതിനെക്കുറിച്ചും കൽക്കരി ഇല്ലാതാക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴും ഏറ്റവും വലിയ അപകടമായിട്ടുള്ള ഡെസർട്ടിഫിക്കേഷനെ കുറിച്ച് അമിതമായിട്ട് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളത് അത്ഭുതമായിട്ട് തോന്നുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. ഇപ്പോൾ കേരളത്തെ ബാധിക്കാത്തത് കൊണ്ടായിരിക്കും നമ്മളതിനെപ്പറ്റി സംസാരിക്കുന്നത്. പക്ഷേ ഇന്ത്യയെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇന്ത്യയും മരുവൽക്കരണം ഉണ്ടാകാൻ സാധ്യതയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ തന്നെ പെടുന്നതാണ്. നമ്മുടെ ഫുഡ് സെക്യൂരിറ്റിയും നമ്മുടെ വെള്ളത്തിൻ്റെ ലഭ്യതയും നമ്മുടെ കാലാവസ്ഥയെയും ചൂടിനെയും കാറ്റിനെയും ഒക്കെ സ്വാധീനിക്കുന്ന
മരുവൽക്കരണം എന്ന് പറയുന്ന ഒരു വലിയ ദുരന്തത്തിൽ നിന്നും കരകയറാൻ എല്ലാവരും പ്രയത്നിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, ജനറൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.